ഇനി ഇരുവരും നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിണറായി വിജയനിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തേതാണ് ഭരണവിരുദ്ധ വികാരം. അതായത് 10 വർഷത്തോളമായി തുടരുന്ന ഭരണം സൃഷ്ടിക്കുന്ന വിരക്തിയും ജനകീയ പ്രതിഷേധങ്ങളും വലിയ വെല്ലുവിളിയാണ് ഇദ്ദേഹത്തിന്. പിന്നെയുള്ളതാണ് അഴിമതി ആരോപണങ്ങൾ. മാസപ്പടി വിവാദം, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്നു. പിന്നെയുള്ളത് അടുത്ത പിൻഗാമി ആര് എന്ന ചോദ്യമാണ്. പിണറായിക്ക് ശേഷം പാർട്ടിയിൽ ആര് എന്ന ചോദ്യം CPM-നുള്ളിൽ തന്നെ ചർച്ചാ വിഷയമാണ്. ഇനി VD സതീശൻ നേരിടുന്ന വെല്ലുവിളികൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തേതാണ് ഗ്രൂപ്പിസം. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വൈര്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുക എന്നത് VD സതീശനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. പിന്നെയുള്ളതാണ് BJP ഘടകം. കേരളത്തിൽ BJP നേടുന്ന വോട്ടുകൾ UDF-ന്റെ വിജയ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. പിന്നെയുള്ളതാണ് വിശ്വസനീയത. ഭരണത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വോട്ടായി മാറ്റാൻ കഴിയുമോ എന്നതാണ് ഇതിലെ പ്രധാന ചോദ്യം. ഇനി ഇരുവരുടെയും രാഷ്ട്രീയ ഭാവിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ രണ്ട് നേതാക്കളുടെയും രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമാണ്. പിണറായി വിജയൻ 3ാം തവണയും ഭരണ തുടർച്ച നേടിയാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ചരിത്രമാകും. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിലാണ് CPM ഇന്നും വോട്ട് തേടുന്നത്. VD സതീശനാകട്ടെ UDF-നെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞാൽ സതീശൻ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സഭയ്ക്കകത്തെ പ്രകടനം ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്.